എന്തിനാണ് ഇതൊക്കെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖരീബാണ്, മുജീബാണ്, ദുആക്കുത്തരം ചെയ്യുന്നവനാണ്, നമ്മളോട് വളരെ അടുത്താണ്, നമ്മുടെ ഖണ്ഡനാടിയേക്കാൾ നമ്മളോട് അടുത്തുള്ളവനാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് തന്നെ ചോദിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അല്ലാഹു എല്ലാം അറിയുന്നവനല്ലേ, എല്ലാവരുടെ ദുആയും കേൾക്കുന്നവനല്ലേ. അപ്പൊ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു മഹാന്മാരുടെ ഒരു തവസ്സുല്, അവരുടെ സാമീപ്യത്തിന്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് പ്രശ്നം. അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു മഹാന്മാരുടെ ജീവിതം കൃത്യമായി കാണുന്നത് പോലെ എന്റെയും നിന്റെയും ജീവിതം കൃത്യമായി അള്ളാഹു കാണുന്നുണ്ട്. നമ്മുടെ 24 മണിക്കൂറിൽ നാം അള്ളാഹുവിനെ ദിക്ർ ചെയ്ത സമയം എത്ര മിനിറ്റ് ഉണ്ട്? നമ്മുടെ ഇന്നത്തെ 5 വക്ത് നിസ്കാരത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ച എത്ര നിസ്കാരമുണ്ട്? നാം ഇന്ന് നേരം വെളുത്ത് വൈകുന്നേരം വരെ സംസാരിച്ച സംസാരങ്ങളിൽ അള്ളാഹുവിന്റെ പൊരുത്തം നേടിയിട്ടുള്ള വാക്കുകൾ എത്രയുണ്ട്? അവിടെ പ്രശ്നം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. താബിഈയായിരുന്നു. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് 40 വർഷം ഒരൊറ്റ ജമാഅത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അത് പറയാനല്ല, മുൻഗാമികളുടെ ചരിത്രത്തിൽ അതൊന്നും ഒരു അത്ഭുതമല്ല. 40 വർഷം തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നഷ്ടപ്പെട്ടില്ല എന്നല്ല. ജമാഅത്തിന് ഇമാമ് തക്ബീർ കെട്ടുന്ന ഒന്നാമത്തെ തക്ബീർ അഥവാ തക്ബീറത്തുൽ ഇഹ്റാം അത് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടാവുകയും ഉടനെ തക്ബീർ കെട്ടുകയും ചെയ്യുക എന്നത് ഒരു വലിയ പുണ്യമാണ്. 40 ദിവസം 5 വക്ത് നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം ഇമാമോട് കൂടെ ആ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് അവന് ലഭ്യമായാൽ കുതിബ ലഹു ബറാഅതാനി ബറാഅത്തു മിനൻ നിഫാഖ് വ ബറാഅത്തു മിനൻ നാർ. 2 ബറാഅത്ത് അവന് എഴുതപ്പെടും, രേഖപ്പെടുത്തപ്പെടും. നരകത്തിൽ നിന്നുള്ള മോചനവും കാപട്യത്തിൽ നിന്നുള്ള മോചനവും. അത്ര വലിയ മഹത്വമുള്ള സംഗതിയാ 40 ദിവസം തക്ബീറത്തുൽ ഇഹ്റാമിന് ഇമാമിന്റെ കൂടെ പങ്കെടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ 40 ദിവസമല്ല, 40 വർഷം ഒരു തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ആളാണ് മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല. അപ്പൊ അതാരോ മൂപ്പരോട് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു മനസ്സിലായിക്കോട്ടെ എന്നുള്ള നിലക്ക് അതിൽ 20 വർഷം ഞാൻ ഒരാളുടെ പെരടി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, ഇമാമിന്റെ ഒഴികെ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1-ാം സഫിലായിരുന്നു. 2-ാം സഫിലാകുമ്പോ 1-ാം സഫിലുള്ളവരെ പെരടി കാണേണ്ടി വരുമല്ലോ, 2-ാം സഫിലുള്ളവര്. 40 വർഷം ഒരൊറ്റ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല അതിൽ 20 വർഷം 1-ാം സഫിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. ഇത് ഇന്നത്തെ കാലത്തല്ലേ പറയുന്നത് കേട്ടോ. അന്ന് എല്ലാവരും 1-ാം സഫിൽ ഉണ്ടാവുന്നവരാണ്, എല്ലാവരും ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാണ്. ആ കാലഘട്ടത്തിലാണ് പറയുന്നത് 20 വർഷം ഒരാളുടെ ഖഫയിലേക്ക് ഞാൻ നോക്കിയിട്ടില്ല എന്ന്. ഇവിടെ ഇതൊന്നും പറയാനല്ല, ഇതൊന്നും എന്നെ സംബന്ധിച്ച് മഹാന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതൊന്നും ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മഹാൻ അദ്ദേഹം പറയാണ്, ആ ജമാഅത്തിന്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറയാണ്, ഒരു ദിവസം എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു. ഒരു ദിവസം ജമാഅത്ത് നഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് വല്ലാത്ത ദുഃഖമായി. ഹസിൻതു അലൈഹി ഹുസ്നൻ ശദീദാ. വല്ലാത്ത മനോവ്യത, മനോദുഃഖം എനിക്ക് അനുഭവപ്പെട്ടു. എന്താണ് ഇതിന് പ്രായശ്ചിത്യം? ഞാൻ ആലോചിച്ചു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ഒരു ജമാഅത്തിന് ഒറ്റക്കുള്ള നിസ്കാരത്തെക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് 27 സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ നേർച്ചയാക്കി. അങ്ങനെ 27 സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു. അപ്പൊ 27 ഇരട്ടിയുടെ കൂലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. നോക്കൂ നിങ്ങൾ, അവരുടെയൊക്കെ ഒരു ആ ഒരു ഹിർസ്, നന്മയുടെ മേലുള്ള അത്യാഗ്രഹം. അങ്ങനെ ഞാൻ ആ ഒരു സമാധാനത്തില് ഇങ്ങനെ അന്ന് രാത്രി ഉറങ്ങാണ്. അപ്പൊ ഉറങ്ങുമ്പോ ഞാനൊരു സ്വപ്നം ഇങ്ങനെ കാണാം. അപ്പൊ ഒരാൾ എന്നോട് ഇങ്ങനെ തമാശാക്കിട്ട് പറയാന്ന്, ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടതിന് പകരയച്ചിട്ട് നടക്കാണ് പോലെ. 27 സുന്നത്ത് നിസ്കരിച്ചല്ലോ, ഈ 2 റക്അത്തായിട്ട് 27 ഇരട്ടി സുന്നത്ത് നിസ്കരിച്ചപ്പോ ആ കൂലി കിട്ടിയെന്ന് വിചാരിച്ച് നടക്കുകയാണ്. പക്ഷെ അതിനെ അന്തമിൻ തഅ്മീനിൽ മലായിക, എന്നാലും എനിക്ക് മലക്കിന്റെ ആമീൻ നഷ്ടപ്പെട്ടില്ലേ, അത് കിട്ടിയിട്ടില്ലല്ലോ എന്ന്.
ഇമാമ് വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ് ആമീൻ പറയുമ്പോ മലക്കുകൾ ആമീൻ പറയും. അതിൽ കൂടെ കൂടിയാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുഴുവൻ ദോഷവും പുറത്തു കിട്ടിയതാണ്. അങ്ങനെ എന്തെല്ലാം ഗുണങ്ങളായി ജമാഅത്തുള്ളത്. അത് 27 നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് കിട്ടൂലല്ലോ. അയിന അൻത മിൻ തഅമീനിൽ മലായിക, ആ മലക്കിന്റെ ആമീൻ നിനക്ക് നഷ്ടപ്പെട്ടില്ലേ, അതെങ്ങനെയാലും വീണ്ടെടുക്കാൻ സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അതാണ് ഈ വിധത്തിലായിരുന്നു മഹത്തുക്കൾ ജീവിതം. അവരാണ് മഹത്തുക്കൾ. അവർക്ക് വേറെ ചിന്തയില്ല. അവരുടെ ദുഃഖം 1,00,000 നഷ്ടപ്പെട്ടാലും അവർക്ക് ദുഃഖം ഉണ്ടാവുകയില്ല. ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ, മഹാന്മാര് പറഞ്ഞല്ലോ, അവരൊക്കെ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് അവരെ അനുശോചനം അറിയിക്കാറുണ്ടായിരുന്നു എന്നാണ്. ആ വിധത്തിലുള്ള മഹത്തുക്കളും ഒരൊറ്റ ജമാഅത്തിന് ദിവസം പലപ്പോഴും ഒരാഴ്ചയിൽ പോലും ജുമാക്കല്ലാതെ പങ്കെടുക്കുകയും ചെയ്യാത്ത, അല്ലെങ്കിൽ അത്രയും മോശമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ നാവും കണ്ണും കാതും ഹറാമിൽ മാത്രം ഉപയോഗപ്പെടുത്തുന്ന നാം ഒരു കണക്കെടുപ്പ് നടത്തിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് എത്രയുണ്ടായിരിക്കും, എത്ര മിനിറ്റ് ഉണ്ടായിരിക്കും? അന്യന്റെ ഗീബത്ത് പറഞ്ഞ, ഈ ഫുളൂല് പറഞ്ഞ, തോന്നിയാസം പറഞ്ഞ, ഈ രാഷ്ട്രീയം പറഞ്ഞ, ഈ മുഖ്യമന്ത്രി പ്രശ്നത്തിൽ ഇടപെട്ട് സംസാരിച്ച, ഇങ്ങനെ സമയം മുഴുവനും വേസ്റ്റാക്കിയ മിൻ അലാമാത്തി ഇറാദില്ലാഹി അനിൽ അബ്ദി. ഇമാം ഗസാലി തങ്ങൾ, മഹാനായ ആ ഇമാം ഗസാലി തങ്ങൾ തന്റെ അടുത്ത് കുറകാലം പഠിച്ചൊരു ശിഷ്യൻ, തന്റെ ശിഷ്യത്വം സ്വീകരിച്ച് കുറെ കാലം ജീവിച്ച ഒരു ശിഷ്യൻ, പിന്നീട് അദ്ദേഹം കാലങ്ങൾക്ക് ശേഷം ഉസ്താദിനൊരു കത്തെഴുതി, ഉസ്താദെ എന്നെ ഒന്ന് ഉപദേശിക്കണം, അങ്ങയുമായി വിട പറഞ്ഞതിന് ശേഷം ആ പണ്ടത്തെ ഒരു ഖുശൂഅൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ നന്നാവാൻ വേണ്ടി എന്നെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞ് കത്തെഴുതിയപ്പോൾ അദ്ദേഹത്തിന് എഴുതിയ ഒരു കത്താണ് റിസാലത്തു അയ്യുഹൽ വലദ് എന്ന പേരിൽ പിന്നീട് ഒരു വലിയ ഗ്രന്ഥമായി മാറിയത്. അതിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്: മിൻ അലാമാത്തി ഇറാദില്ലാഹി അനിൽ അബ്ദി. അല്ലാഹു ഒരു മനുഷ്യനെ വിലവെക്കുന്നില്ല എന്നതിന്റെ അടയാളമാണ്. അല്ലാഹു ഒരു മനുഷ്യനെ വിലവെക്കുന്നില്ല എന്നതിന്റെ അടയാളമാണ് എന്ത്? ഇസ്തിഗാലുഹു ബിമാ ലാ യഅനി, ഉപകാരമില്ലാത്ത കാര്യത്തിൽ സമയം ചെലവഴിക്കുക എന്ന്. അല്ലാഹുവിന്റെ അടുത്ത് ഒരു ചെറിയ സ്ഥാനം ഉണ്ടെങ്കിൽ അവന്റെ സമയം വെറുതെ ആവില്ല. മിൻ അലാമത്ത്, എത്ര ഗൗരവമുള്ള വാക്കാണ് ആ പറഞ്ഞത്. ഇമാം ഗസാലിയുടെ വക പറയല്ല, ആറ്റിക്കുറുക്കിയതാണത്. ആയത്തുകളും ഹദീസുകളിൽ നിന്നും ആറ്റിക്കുറുക്കി പറഞ്ഞ ഉപദേശമാണത്. അതിന്റെ തുടക്കമാണ് ആ പറഞ്ഞത്. മിൻ അലാമാത്തി ഇറാദില്ലാഹി അനിൽ അബ്ദി, ഒരു അടിമയെ അല്ലാഹു വില വെക്കുന്നില്ല, എന്തോ ആവട്ടെ അവനെ പരിഗണിക്കുന്നില്ല എന്നതിന്റെ അടയാളമാണ് ഇസ്തിഗാലുഹു, അവൻ ജോലിയാവൽ, അവന്റെ സമയം എൻഗേജ് ആക്കൽ, ബിമാ ലാ യഅനി, ഉപകാരമില്ലാത്തതിൽ. നമ്മൾ ഉപകാരമില്ലാത്തതിലാണോ നമ്മൾ എൻഗേജ് ആകുന്നത്? ഉപദ്രവകാരികളിലല്ലേ? പലപ്പോഴും നമ്മുടെ വാക്കുകൾ ഹറാമുകളല്ലേ? പലപ്പോഴും നമ്മുടെ കണ്ണ് ഹറാമിലല്ലേ? ഇതിനു വേണ്ടിയല്ലേ നമ്മുടെ സമയം ചെലവഴിക്കുന്നത്? ആരാരും അറിയാത്ത സമയങ്ങൾ നാം ചെലവഴിക്കുന്നത് ഹറാമ് കണ്ടുകൊണ്ടല്ലേ? നിന്റെ ദുആയും 24 മണിക്കൂറും അവരുടെ ശ്വാസോച്ഛ്വാസം പോലും അല്ലാഹ് എന്ന ദിക്റിലായ മഹാന്മാരും തമ്മിൽ എത്ര അന്തരമുണ്ട്. പിന്നെ എങ്ങനെ നീയും അവനും ഒരുപോലെയാകുന്നത്? ഇതൊക്കെ നിനക്ക് ചെയ്യണം, എന്നിട്ട് ഞാനും അവനും ഒരുപോലെയല്ലേ? അവന്റേത് കേൾക്കുമെങ്കിൽ എന്താ എന്റേതും അല്ലാഹ്ക്ക് കേട്ടൂടെ? പോയത്തല്ലേ പറയുന്നത്? അപ്പൊ നമ്മളും അവരും തമ്മിൽ വലിയ അന്തരമുണ്ട്. അല്ലാഹു എല്ലാം അറിയുന്നവനാണ് എന്നത് തന്നെയാണ് പ്രശ്നം. നമ്മൾ ആ ഒളിച്ചു കളിക്കുന്നതൊക്കെ അല്ലാഹു അറിയുന്നുണ്ട്. മഹാനായ വഹബ് ബിൻ ഉറൈദ് റളിയല്ലാഹു തആല അൻഹുവിനോട്, ഉറൈദ് ബിൻ വഹബ്, അവരോട് ഒരു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, എന്നൊന്ന് ഉപദേശിക്കൂ തങ്ങളെ എന്ന് പറഞ്ഞു. എന്നൊന്ന് ഉപദേശിക്കൂ, എനിക്കൊരു വയല് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒരൊറ്റ വാക്കാ പറഞ്ഞത്, ഇത്തഖി അൻ യകൂന അല്ലാഹു അഹ്വന നാദിരീന ഇലൈക്. ഇത്തഖി, നീ സൂക്ഷിച്ചോ, അൻ യകൂന അല്ലാഹു ആവുന്നതിനെ തൊട്ട്, അഹ്വന നാദിരീന ഇലൈക്, നിന്നെ കാണുന്നവരിൽ ഏറ്റവും നിസ്സാരനാവുന്നതിനെ തൊട്ട് നീ സൂക്ഷിച്ചോ. എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? നിന്നെ കാണുന്നവരിൽ, നിന്നെ നോക്കുന്നവരിൽ, നിന്നെ നിരീക്ഷിക്കുന്നവരിൽ ഏറ്റവും നിസ്സാരനാക്കുക നീ അള്ളാഹുവിനെ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുന്നതിന് തൊട്ട് കാത്തോന്ന്. അതല്ലേ ഇപ്പൊ നമ്മളൊക്കെ അവസ്ഥ? നമ്മളിപ്പോ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ വേണ്ടാത്ത കാണുമ്പോൾ നമ്മളെ കുട്ടികൾ കണ്ടാൽ നമ്മൾ മറച്ചു വെക്കും, നമ്മളെ ഭാര്യ കാണുകയാണെങ്കിൽ നമ്മൾ കാണൂല, നമ്മളെ വീട്ടിലെ ജോലിക്കാരൻ കാണുകയാണെങ്കിൽ പോലും ചെയ്യൂല. പക്ഷെ അള്ളാഹ് കാണുന്നു നമുക്കറിയാം, എന്നാലും നമ്മൾ ചെയ്യുന്നു. ഈ കാണുന്ന ജോലിക്കാരനോ വീട്ടുകാരനോ നമ്മുടെ കുട്ടികൾക്കോ നൽകിയ വില പോലും അള്ളാഹുവിന്റെ കാഴ്ചക്ക് നമ്മൾ നൽകിയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം?
ഇത്തഖി അൻ യകൂന അല്ലാഹു അഹ്വന അൻ-നാളിരീന ഇലൈക. നിന്നെ കാണുന്നവരിൽ, നിന്നെ നിരീക്ഷിക്കുന്നവരിൽ നീ ഏറ്റവും നിസ്സാരനാക്കി നിന്റെ റബ്ബിനെ. നിന്റെ വീട്ടിലെ വൃത്യന്റെ കാഴ്ചക്ക് നീ വില കൽപ്പിച്ചു, അതുകൊണ്ട് നീ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. നിന്റെ ഭാര്യയുടെ കാഴ്ചക്ക് നീ വില കൽപ്പിച്ചു, അതുകൊണ്ട് ഭാര്യയുടെ മുന്നിൽ വെച്ച് നീ ചെയ്തില്ല. നിന്റെ മക്കളുടെ കാഴ്ചക്ക് നീ വില വെച്ചു, അതുകൊണ്ട് അവരുടെ മുന്നിൽ നീ ചെയ്തില്ല. എന്നല്ല, നിന്റെ വീട്ടിൽ ജോലിക്ക് വന്ന ചിലപ്പോ ഭായിമാരുടെ കാഴ്ചക്ക് പോലും നീ വില വെച്ചു, അതുകൊണ്ടും നീ ചെയ്തില്ല. അവരുടെ മുന്നിൽ നീ മാന്യനായി. പക്ഷേ അള്ളാഹു കാണുമെന്ന് നിനക്ക് കൃത്യമായി അറിഞ്ഞിട്ടും അള്ളാഹുവിന്റെ കാഴ്ചക്ക് നീ ഒരു വിലയും വെച്ചില്ല. അങ്ങനെ ആവുന്നതിനെ തൊട്ട് സൂക്ഷിച്ചോ എന്ന്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അധോഗതിയാണ് എല്ലാ നന്മ കൊണ്ടും ജനങ്ങളുടെ മുന്നിൽ വെളിവാവുക. അള്ളാഹുവിന്റെ മുന്നിൽ വെളിവാവുക. അവന്റെ അവസ്ഥയിൽ ഏറ്റവും മോശമായ അവസ്ഥ. അള്ളാഹു നമ്മുടെ ഖൽബ് കാണുന്നു. ഇവിടെയാണ് അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഇതൊക്കെ പറയാപ്പോ ഞാനും വലിയ യോഗ്യനാണ് വെച്ചിട്ടൊന്നല്ല, നിങ്ങളൊന്നും അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കേട്ട് കുറെ നമ്മൾ പറയാ, കുറെ കേൾക്കുക, അങ്ങനെയൊക്കെ നമ്മൾ നന്നായെങ്കിച്ചിട്ട് പറയാൻ. അള്ളാഹു നമുക്കൊക്കെ ഹിദായത്തും റുഷ്ദും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു ശക്തിപ്പെടുത്തുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇതാണ് സാധാരണ മനുഷ്യന്റെ അവസ്ഥ. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. എന്നാൽ വകൂനൂ മഅസ്സാദിഖീൻ, സാദിഖീങ്ങളുടെ കൂടെ നിങ്ങളാവണം. സത്യസന്ധരായ ആളുകളുടെ കൂടെ നിൽക്കണം. അവരുടെ മഅയ്യത്ത് വേണം, സഹവാസം വേണം. അത് ഒന്നുകിൽ ശരീരം കൊണ്ട് അല്ലെങ്കിൽ ഖൽബ് കൊണ്ട് അവരുടെ കൂടെയായിരിക്കണം നിങ്ങൾ. അത് സത്യം പറയണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. സത്യം പറയാന്നുള്ള ഇത്തഖുല്ലാ എന്ന് പറഞ്ഞതിൽ പെട്ടു. ഇത്തഖുല്ലാ, അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കളവ് പറയരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്. ഇതൊക്കെ അതിൽ പെട്ടു. നിസ്കാരം ഒഴിവാക്കരുത്, നോമ്പ് ഒഴിവാക്കരുത്. ഇതൊക്കെ തഖ്വയാണ്. അതിനുശേഷമാണ് അള്ളാഹു പറയുന്നത്, വകൂനൂ, നിങ്ങളാവണം മഅസ്സാദിഖീൻ, സത്യസന്ധരായ സിദ്ഖിന്റെ ഉടമകളായ യഥാർത്ഥ വിലായത്തിന്റെ അഹ്ലുകാര്. ഇന്നൽ മുത്തഖീന ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ എന്ന് പറയുന്നുണ്ട്. മുത്തഖീങ്ങൾ, തഖ്വയുടെ അത്യുന്നതമായ പദവിയെത്തിയവർ മഖ്അദു സിദ്ഖിലാണ്. ആ സിദ്ഖിന്റെ സ്ഥാനത്തെത്തിയ മഹത്തുക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവരുടെ ഒപ്പമായിരിക്കണം, കൂടെയായിരിക്കണം. ആരാ സാദിഖീങ്ങൾ? ജനങ്ങളോട് സത്യം പറയാ എന്നത് അതെന്നെ നമുക്ക് സാധ്യമാകുന്നില്ല. അള്ളാഹുവിനോട് നമ്മൾ എത്ര കണ്ട് സത്യവാന്മാരാകുന്നുണ്ട്? നിങ്ങൾ ഇന്ന് പറഞ്ഞല്ലോ, ഞാനും പറഞ്ഞല്ലോ, കൈയെട്ടിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചവൻ, എന്റെ നിസ്കാരം, എന്റെ നോമ്പും, എന്റെ ഇബാദത്തും എന്നല്ല, എന്റെ ജീവിതവും മരണവും ഒക്കെ നിനക്ക് വേണ്ടിയാണ്. നിന്റെ പൊരുത്തുണ്ടെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ, നിന്റെ പൊരുത്തില്ലെങ്കിൽ ചെയ്യൂല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണോ നമ്മൾ ചെയ്യാറ്? അള്ളാഹിന്റെ പൊരുത്തം, ഭാര്യയുടെ പൊരുത്തം, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും പൊരുത്തം, അല്ലെങ്കിൽ സ്വന്തം നഫ്സിന്റെ ഇഷ്ടം വരുമ്പോ ഏതിനാ മുൻഗണന നൽകാറ്? നേരം വെളുത്തിച്ചിട്ട് പടച്ചവനോട് കളവല്ലേ പറയുന്നത്? പിന്നെ എങ്ങനെയാ നമ്മൾ സാദിഖ് പറയുന്നത്? നമ്മൾ ചിന്തിക്കാൻ വേണ്ടി, കാലം വളരെ മോശമായിക്കൊണ്ടിരിക്കുമ്പോൾ കാലത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ നന്നാവുക എന്നത് മാത്രമേ മാറുകയുള്ളൂ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഓർക്കാനാണ് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. കൂനൂ മഅസ്സാദിഖീൻ, സാദിഖീങ്ങളുടെ കൂടെ ആവണം. ഒരു ഉദാഹരണം കേൾക്കണോ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കാന റജുലുൻ മിൻ ബനി ഇസ്രായീല, ബനൂ ഇസ്രായേലുകാരിൽപ്പെട്ട മുഅ്മിനായ സാദിഖായ സത്യസന്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഫഅതാ റജുലൻ മിൻ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലുകാരിൽപ്പെട്ട ഒരാളുടെ അരികിൽ ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ഫസ്തസ്ലഫഹു അൽഫ ദീനാരിൻ, 1000 സ്വർണ്ണ നാണയം അദ്ദേഹത്തോട് കടം വാങ്ങി, കടം ചോദിച്ചു. ഒരു സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ 33ഓളം ഗ്രാമാണ്. 1000 സ്വർണ്ണ നാണയം, ദീനാറ്. ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ 30-ലധികം, ചില അല്പാൽപ്പം വ്യത്യാസം ഉണ്ടാവും. ഇറാഖിലെ ദീനാറും സൗദിയിലെ ദീനാറും അല്പാൽപ്പം വ്യത്യാസം ഉണ്ടാവും. അന്ന് സ്വർണം തന്നെയാണ്. അപ്പോ 1000 ദീനാറാണ് കടം ചോദിക്കുന്നത്. സ്വാഭാവികമാണ്, ഇയാൾ ഇതായിട്ട് ബിസിനസ്സിന് പോവാണ്.
അദ്ദേഹം ബിസിനസ് വിജയിക്കാൻ പരാജയപ്പെടാം. അതും കച്ചവടത്തിന് ഇവിടെ നിൽക്കല്ല, നാട് വിട്ടു പോവാൻ, ഗൾഫിൽ പോവാൻ, കടൽ കയറി പോവാൻ, കപ്പലിൽ പോവാനാ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഏത്തിനീ ബി ഷഹീദ്, ഒരു സാക്ഷിയെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്നിൽ നിന്ന് നീ 1000 ദീനാർ കടം വാങ്ങുന്നുണ്ട് എന്നറിയാൻ ഒരു സാക്ഷിയെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു, നമ്മളുടെ ഇപ്പൊ അത് വേണോ? കഫാ ബില്ലാഹി ഷഹീദ, അല്ലാഹ് പോരെ സാക്ഷിയായിട്ട്. രണ്ടാളും മോമിനീങ്ങളാണ്. ഈ കടം ചോദിച്ചു ചെന്ന ആള്, കടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് മഹാനായ നജാഷി രാജാവാണെന്ന് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അല്ലാഹു അഅലം. അവരൊക്കെ വലിയ സാലിഹീങ്ങളായിരുന്നു. അപ്പോ അള്ളാഹു പോരേ എന്ന് ചോദിച്ചപ്പോ പിന്നെ അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പോരാന്ന് പറയാൻ കഴിയില്ല ഒരു മുഅ്മിന്. അപ്പൊ എന്നാ ചോദിച്ചു, കഫീലിൻ, ഒരു ജാമ്യക്കാരനെ കൊണ്ടുപോകാൻ. നീ പോവല്ലേ, ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് മറ്റൊരാളിൽ നിന്ന് അത് ഈടാക്കാൻ പറ്റുന്ന ഒരാളെ, ഒരു കഫീലിനെ, ഒരു ജാമ്യക്കാരനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോഴും മൂപ്പര് ചോദിച്ചു കഫാ ബില്ലാഹി ഷഹീദ എന്ന് പറഞ്ഞു, കഫീല എന്ന് പറഞ്ഞു. അല്ലാഹ് പോരെ കഫീലായിട്ട്. അപ്പൊ അത് മതി എന്ന് പറഞ്ഞു. 1000 ദീനാർ എടുത്ത് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ അദ്ദേഹം സമുദ്രത്തിലൂടെ യാത്ര പോയി മറ്റൊരു രാജ്യത്ത് ചെന്ന് അവിടെ ബിസിനസ് നടത്തി. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ വലിയ ബറക്കത്തുണ്ടായി, അദ്ദേഹം വലിയ സമ്പന്നനായി. ഇതിനിടയ്ക്ക് ഈ പണം തിരിച്ചു കൊടുക്കേണ്ട സമയമായി, അവധിയായ സമയത്ത് ഈ പണം തിരിച്ചെത്തിക്കണമെങ്കിൽ ഒരു വാഹനം ലഭ്യമാവണം. ഇന്നത്തെ പോലെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത കപ്പലോ വിമാനമോ ഉള്ള കാലമല്ല. എപ്പോഴെങ്കിലും കിട്ടുന്ന കപ്പലിൽ പോകണം. അദ്ദേഹം ദിനേന വരും കടൽ തീരത്തേക്ക്. ഈ 1000 ദീനാറുമായി പോകാനോ അല്ലെങ്കിൽ ഒരു വിശ്വസ്തന്റെ അടുത്ത് കൊടുത്തയക്കാനോ പറ്റുന്ന ഒരാളെ കിട്ടുമോ, ഒരു വാഹനം ലഭ്യമാകുമോ എന്നന്വേഷിച്ചുകൊണ്ട് ദിനേന അത് ആ സമയമായ സമയത്ത് ഇങ്ങനെ വരാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹത്തിന് അത് ലഭ്യമായില്ല. അവസാനം അജല് തെറ്റുമോ എന്ന് ഭയപ്പെട്ടു. ഇനിയും വൈകിയാൽ നിശ്ചയിച്ച സമയത്ത് അള്ളാഹിനെ സാക്ഷിയാക്കി വാങ്ങിയതാണ്, അള്ളാഹുവിനെ കഫീലാക്കി വാങ്ങിയിട്ടുള്ളതാണ്. ഇനിയും ഞാൻ ഇത് എത്തിക്കാനുള്ള വഴിയെടുത്തില്ലെങ്കിൽ റബ്ബിനെ സാക്ഷി നിർത്തി വാങ്ങിയ 1000 ദീനാറ് കൊടുക്കാതെ ഞാൻ അള്ളാഹുവിനെ വഞ്ചിച്ചവനാകും. അത് അദ്ദേഹത്തെ അലട്ടുകയാണ്. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഒരു വലിയ മരക്കഷ്ണം എടുത്തുകൊണ്ടുവന്നു, ഒരു മരമുട്ടി എടുത്തുകൊണ്ടുവന്നു. ഫനഖറഹു, അതിനെ തുളച്ചു. അതിൽ ഈ 1000 ദീനാറും ഒരു കത്തും വെച്ചു. എന്നിട്ട് അതിനെ പശ കൊണ്ടൊട്ടിച്ചു, അതിന്റെ മുകളിൽ ഗ്ലാസ് വെച്ചൊട്ടിച്ചു. അങ്ങനെ മനോഹരമായി ഭദ്രമായി വെള്ളം കയറാത്ത വിധത്തിൽ അതിനെ പൂർണ്ണ ബന്ദവസ്ഥാക്കിക്കൊണ്ട് അദ്ദേഹം കടൽ തീരത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ ഇന്നയാളിൽ നിന്ന് 1000 ദീനാർ ഞാൻ കടം ചോദിച്ചിരുന്നു. അദ്ദേഹം എന്നോട് ഷഹീദിനെ ചോദിച്ചു, സാക്ഷിയെ ചോദിച്ചു, അദ്ദേഹം ഒരു കഫീലിനെ ചോദിച്ചു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു അല്ലാഹ് പോരെ സാക്ഷിയായിട്ട്, അല്ലാഹ് പോരെ കഫീലായിട്ട് എന്ന് ഞാൻ പറഞ്ഞു. ഫറളിയ ബിക ഷഹീദൻ വ കഫീലാ, നിന്നെ സാക്ഷിയായി തൃപ്തിപ്പെട്ടുകൊണ്ട്, നിന്നെ കഫീലായി അംഗീകരിച്ചുകൊണ്ട് അയാള് അതിങ്ങനെ ആലോചിക്കുമ്പോ തന്നെ മനസ്സ് പിടക്കുകയാണ്. അയാൾ 1000 ദീനാർ എനിക്കെടുത്തു തന്നു, അത് കൊടുക്കേണ്ട സമയമായി. ഞാൻ എന്റെ ജുഹദ്, എന്റെ പരമാവധി അന്വേഷിച്ചൊരു വാഹനം കിട്ടാൻ എനിക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് റബ്ബേ, ഞാനിതാ ഇത് നിന്നെ ഏൽപ്പിക്കുന്നു. നീയാണ് സാക്ഷി, നീയാണ് കഫീല്, അതുകൊണ്ട് ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മിയും ചൊല്ലി കടലിലേക്ക് വലിച്ചെറിയുകയാണ് 1000 ദീനാർ. 1000 ദീനാർ കടലിലേക്ക് വലിച്ചെറിയുകയാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോന്നു. ഇതിനിടയിൽ 1 or 2 ദിവസത്തിനുള്ളിൽ, സമയം കൃത്യമായി അവിടെ പറയുന്നില്ല,
ഈ കടം കൊടുത്ത ആള് നമ്മുടെ കടക്കാരനെ കാണുന്നില്ലോ എന്ന് ആലോചിച്ചു. വല്ല യാത്രക്കാരൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ മൂപ്പരിങ്ങനെ അസർക്ക് ശേഷം ഇങ്ങനെ ഉലാത്തും നടക്കാൻ പോകും. അപ്പൊ അന്ന് കടൽ തീരത്തേക്ക് നടന്നു. അപ്പൊ നോക്കുമ്പോ നല്ലൊരു മരക്കഷ്ണം കണ്ടു. ഇത് നമുക്ക് വിറകാക്കാൻ പറ്റും, നല്ല മരാണ് എന്ന് കരുതി അതെടുത്ത് എടുപ്പിച്ചു പോകും. അതുകൊണ്ടുപോയി അത് കീറി നോക്കുമ്പോൾ അതിലത് 1000 ദീനാറും ആ കത്ത്. ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് വല്ലാതെ അത്ഭുതം ഉണ്ടാവൂലേ? ഇതിപ്പോ എവിടുന്ന ഇയാൾ ഈ കെട്ടിയൽച്ച് പറയണെന്ന്? ഏതെങ്കിലും വല്ല സബീനയിലോ അയാൾ കെട്ടുകഥയിലോ? ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അതിലും ഖുർആൻ കഴിഞ്ഞാൽ അതിലും വിശ്വാസയോഗ്യമായ ഒരു ഗ്രന്ഥം ഈ ഭൂമുഖത്തില്ല. ഇത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കഥയാണിത്. ഇത് ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു സംശയത്തിനും വകയില്ലാത്തതാണ്. അദ്ദേഹം 1000 ദീനാർ എടുത്തു, കത്തു അവിടെ വെച്ചു. പക്ഷെ അദ്ദേഹത്തിന് എന്നാലും ഉത്തരവാദിത്വം തീരണല്ലോ. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് അത്യാവശ്യം ലാഭമൊക്കെ ആയി തിരിച്ചു വരണമെന്നുണ്ട്. വീണ്ടും അന്വേഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ അവസാനം ഒരു കപ്പൽ കിട്ടി. തിരിച്ചു വന്നു. നേരെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ കുറെ വാഹനം തേടി, കുറെ അന്വേഷിച്ചു, എനിക്ക് വരാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ക്ഷമിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ അതിന്റെ അടുത്ത് കൊടുത്തയച്ചിരുന്നില്ലേ എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, കൊടുത്തയക്കാൻ ആരും എനിക്ക് കിട്ടിയില്ല പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അത് നിങ്ങളെ ഏൽപ്പിച്ച ആളെന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആ സാധനം എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിന്റെ പേരാണ് സിദ്ഖ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലാവേണ്ട എന്താണ് ഈ സിദ്ഖ് എന്നുള്ളത്. നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ അള്ളാഹ് കരീം, അള്ളാഹ് കരീം എന്നൊക്കെ. എന്ത് കരീമാ നമ്മുടെ കരീം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെ സംബന്ധിച്ച്, അവന്റെ അസ്മാകളെ സംബന്ധിച്ച് ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നു, നാം മനസ്സിലാക്കുന്നു. പക്ഷെ അതിലുള്ള യഥാർത്ഥമായ സത്യസന്ധമായ അതിനനുസരിച്ച പ്രവർത്തനം എത്ര കണ്ട് നമ്മിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്നതാണ് വിഷയം. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞ ഇതൊക്കെ ഒന്ന് പഠിക്കണമെങ്കിൽ അവരെ കൂടെ കൂടണം. അതുകൊണ്ട് നിങ്ങൾ തഖ്വ ചെയ്താൽ മാത്രം പോരാ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ യഥാർത്ഥ സിദ്ഖിന്റെ ഉടമകളായ മഹത്തുക്കളുടെ കൂടെ നിങ്ങൾ നടക്കണം, അവരുടെ ഒപ്പം നിൽക്കണം, അവരുടെ ചരിത്രം പഠിക്കണം, അവരുടെ സദസ്സുകൾ സംഘടിപ്പിക്കണം. അങ്ങനെ എപ്പോഴും അവരുമായുള്ളൊരു ബന്ധം നിലനിർത്തണം എന്ന് അതിനുവേണ്ടിയാണ്. അതൊക്കെ പറയുമ്പോഴാണ് നമുക്കൊരു മാറ്റമൊക്കെ ഉണ്ടാവുക. ആ ഒരു ബന്ധത്തിലൂടെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. അതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളുടെ ആ വാക്ക് തന്നെ മാറ്റിവെക്കണം. ആദ്യം നമ്മളും അവരൊക്കെ, നമ്മളിപ്പോ കേൾക്കില്ല, അവരും കേൾക്കില്ല, ഒക്കെ അള്ളാഹുടെ ആൾക്കാർ തന്നെയല്ലേ. രണ്ടും തമ്മിൽ ബൗനുൻ ബഈദ്, ആകാശ ഭൂമിയുടെ വ്യത്യാസമുണ്ട്, അത്രമാത്രം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതം, അവരുടെ ശ്വാസോച്ഛ്വാസം പോലും ദിക്റാണ്. നിങ്ങൾക്കറിയോ, അള്ളാഹിന്റെ ഔലിയാക്കൾ നാവ് കൊണ്ടുള്ള, ലിസാന് കൊണ്ടുള്ള ദിക്റിനപ്പുറം അവർക്ക് അൻഫാസിയായ ദിക്റുണ്ട്. അവർ ചിലപ്പോൾ വെറുതെ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സംശയം തോന്നും, ഇയാളൊന്നും ചെല്ലുന്നൊന്നുമില്ലോ എന്ന്. അവര് ശ്വാസം വലിക്കുന്നത് അല്ലാ എന്നാണ്. അത് നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് വലിച്ചു നോക്കിയാൽ അറിയാം. അൻഫാസിയായ ദിക്ർ. ശ്വാസം വിടുന്നത് ഹൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനത്തെ എത്രയെത്ര മഹാന്മാര് അവരുടെ ഉറക്കിൽ പോലും ആ ദിക്റാണ്. അങ്ങനെയൊക്കെ ഇവിടെ ആ ഒരു ലോകം വളരെ വലിയൊരു ലോകമാണ്. ഞാൻ അങ്ങോട്ട് വല്ലാതെ പോകുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സദസ്സുകളും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീവിതവുമാണ് നമുക്ക് മഹാന്മാരൊക്കെ പഠിപ്പിച്ചു തന്നത്. റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു, ഇമാം ബുഖാരി പഠിപ്പിച്ചു തന്നു. ഈ സഹീഹുൽ ബുഖാരി അംഗീകരിക്കാത്തൊരു മുസ്ലിമാണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ഏതൊരു നിഷ്കളങ്കനായ മുസ്ലിമും പരിശുദ്ധമായ ഏത് ബിദ്അത്തുകാരനാണെങ്കിലും സഹീഹുൽ ബുഖാരി അംഗീകരിക്കും. ബുഖാരിയുടെ പ്രത്യേകത അത്രമേൽ വലുതാണ്. ആ ബുഖാരിക്ക് ഇത്രമേൽ വലിയ പ്രത്യേകത ഉണ്ടാവാനുള്ള കാരണം ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ മഹാനായ ഇബ്നു അബീ ജംറയെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞത്, ഇന്നി ബയ്യൽതു തറാജിമ ഹാദൽ കിതാബി ഇൻദ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്തിരുന്നിട്ടാണ് ഞാൻ ഇതിന്റെ ഹെഡിങ്ങുകൾ തയ്യാർ ചെയ്തത്. അതിന്റെ ബറക്കത്ത് കിട്ടിയതായി ഇമാം ബുഖാരിക്ക്. ഇന്നിപ്പോ ചിലർ ക്യാമ്പയിൻ നടത്തുക, ദർഗകൾ അഭയകേന്ദ്രമോ ആയിരുന്നു. ഇമാം ബുഖാരിയുടെ അഭയകേന്ദ്രമായിരുന്നു റസൂലുള്ളാഹിയുടെ ദർഗ. അവിടെ ഇരുന്നിട്ട് എന്താ ഖബറിന് പ്രത്യേകത? അവിടെ മസ്ജിദുൻ നബവി ഇല്ലേ, അല്ലെ അപ്പുറത്ത് പോയ മസ്ജിദുൽ ഹറാം ഇല്ലേ, അവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കിയാ പോരെ? റസൂലുള്ളാഹിയുടെ അരികിൽ ഇരിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഇമാം ബുഖാരി ഇതിന്റെ തറാജിമിനെ ഞാൻ തയ്യാർ ചെയ്തത്, അതിനെ എഡിറ്റ് ചെയ്ത് പൂർത്തീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്ത് വെച്ചിട്ടാണ്. അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. ആ വിധത്തിലായിരുന്നു അവരുടെ ഒക്കെ ഒരു ബന്ധം. മഹാനായ ഇബ്നു ഖുസൈമ റളിയല്ലാഹു തആല അൻഹു ഇതുപോലെ ഇമാം ബുഖാരിയെ പോലെയുള്ള വലിയൊരു മുഹദ്ദിസാണ്.
സഹീഹ് ഇബ്നു ഖുസൈമ എന്ന് പറഞ്ഞ കിതാബ് കാണാം. അതുപോലെ വലിയ മുഹദ്ദിദാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇമാം ദഹബി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മഹാനായ അലി ഇബ്നു മുസരിദ എന്ന് പറയുന്ന തങ്ങന്മാരിൽപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന്റെ പരമ്പരയിൽ വരുന്ന അലി ഇബ്നു ഹുസൈൻ എന്നവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി തൂസിലേക്ക് പോയ സംഭവം, തൂസ് എന്ന് പറയുന്ന നാട്ടിലേക്ക് സിയാറത്തിന് പോയ സംഭവം. അദ്ദേഹം അവിടെ ചെന്നിറങ്ങി. ഇബ്നു ഖുസൈമ തങ്ങൾ അവിടെ ചെന്ന് വാഹനം ഇറങ്ങി. വാഹനം എന്ന് പറഞ്ഞാൽ അവരുടെ മൃഗങ്ങൾ. ആ മൃഗത്തിന് മുകളിൽ നിന്ന് ഇറങ്ങി. അദ്ദേഹത്തിന്റെ കൂടെ അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാർ കൂടെ ഉണ്ട്. എന്തിനാ പോകുന്ന? ഈ മഹാന്റെ ഖബർ സിയാറത്ത് ചെയ്യാനാണ്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ആ ഭൂമിയെ മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ അവരുടെ ഖബർ ഉള്ള ആ മണ്ണിനെ, ആ ഭൂമിയിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആ മണ്ണിനോട് കാണിച്ച ബഹുമാനം കണ്ടിട്ട് ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയി എന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്ന മഹാന്മാര് പറയുകയാണ്. അത്ര വലിയ ബഹുമാനം. ഇങ്ങനെ മഹാൻ ഇവിടെ കിടക്കുകയാണല്ലോ. എന്റെ സുഹൃത്തുണ്ടായിരുന്നു ആലിബാ മുസ്ലിം, മരണപ്പെട്ടു പോയി, അള്ള പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം അലിയുൽ കൂഫിയുടെ മക്കാമുള്ള ആ പള്ളിയില് പെരിങ്ങത്തൂര് ജോലി ചെയ്ത ആളാണ്. അവിടുത്തെ ആണ്ടിന് ഒരു ദിവസം ശംസുൽ ഉലമ വരികയാണ്. അവരുടെ ഹയാത്ത് കാലത്ത് മൂപ്പര് ശംസുൽ ഉലമയുടെ ശിഷ്യനാണ്. ഷെയ്ഖുന വരുന്നുണ്ട് എന്നറിഞ്ഞ് കാത്തു നിൽക്കുകയാണ് ഇവര്. അവരവിടെ ചെന്നു. ബഹുമാനപ്പെട്ടവർ വന്ന് കാറിറങ്ങി ഉടനെ ചെരിപ്പൂരി. കാറിറങ്ങിയിട്ട് കുറച്ചാണ് നടക്കാനുണ്ട്. മഹാനായ അലിയുൽ കൂഫി അവിടെ കിടക്കുന്നുണ്ട്. അവരെ ബഹുമാനിച്ചുകൊണ്ട് ശംസുൽ ഉലമായി തങ്ങൾ അവരുടെ ചെരുപ്പൂരിയിട്ടാണ് നടന്നത്. ആലിബാ മുസ്ലിം പറയാണ്, ഞാനപ്പോ ചെരുപ്പ് വാങ്ങാൻ ചെന്നു. അപ്പൊ മൂപ്പരങ്ങനെ അങ്ങനെ ഒരു സ്വഭാവമാണ്. ആ കേട്ടാ പിന്നെ അടുക്കാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു ഹൈബത്തായിരുന്നു മഹാനവറുകൾക്ക്. മൂപ്പരെന്നെ തന്റെ തൊക്കിലും വെച്ചിട്ട് വളരെ വിനയാന്യതനായി അലിയുൽ കൂഫിയുടെ മക്കാമിലേക്ക് പോയി സിയാറത്ത് ചെയ്ത സംഭവം. ഈ നിലക്ക് മഹത്തുക്കൾ ഇങ്ങനെ ഒന്നല്ല, എണ്ണി ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ അയിമ്മത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിക്കാൻ നമുക്ക് സാധിക്കും. ഇവരൊക്കെ ശിർക്ക് ചെയ്തവരാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തൻ ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ അവരെ നമുക്കൊന്ന് കൈകാര്യം ചെയ്യാം. പിന്നെ ഓൻ എന്ത് ഇസ്ലാമാ? എവിടുന്ന് കിട്ടിയ ഇസ്ലാമാ? ഈ ഇമാമിങ്ങൾ മുഴുവനും ബുഖാരി അടക്കം എല്ലാവരും ഈ ചെയ്തതൊക്കെ ശിർക്കാണെങ്കിൽ ആ ശിർക്ക് നമുക്കും ചെയ്യാലോ. അവര് പോയ സ്വർഗം മതി നമുക്കും. അവരൊക്കെ കാണിച്ചു തന്ന, അവരൊക്കെ രേഖപ്പെടുത്തി വെച്ച ആ ഒരു ദീനല്ലാത്ത ഏത് ദീനാ പിന്നെ നമ്മൾ ഉൾക്കൊള്ളുന്നത്? ഇവർക്ക് ഏതെങ്കിലും ഓഫീസിൽ നിന്ന് കിട്ടിയ ദീനാകാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഏറ്റവും വലിയ മഹത്തുക്കൾ മഹാന്മാരായ ബദരീങ്ങളാണ്. നിർണായകമായ ഘട്ടത്തിൽ ചരിത്രത്തിന്റെ ഗതി മാറ്റിക്കുറിച്ച മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഇഷ്ടദാസന്മാർ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മദീനക്കാരും തമ്മിലുണ്ടായിരുന്ന കരാറ്, മദീനയെ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ അവിടെ പ്രതിരോധിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ്. ഇത് മദീനയിൽ വെച്ചല്ല, മദീനയുടെയും മക്കയുടെയും ഇടയ്ക്ക് ബദറിൽ വെച്ചാണ്. അവിടെയാണ് ഒരു യുദ്ധം നിർണായകമായി മാറുന്നത്. അവിടെ ശത്രുപക്ഷം 1000-ലധികം സർവ്വ ആയുധവുമായി വരുന്നവരാണ്. ഇവരുടെ കയ്യിൽ നിരായുധരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരു യുദ്ധം വേണ്ടെന്ന് വെക്കാൻ പറയാൻ അവർക്ക് പറ്റും. റസൂലുള്ളാഹിയും അൻസാറുകളും തമ്മിൽ ചെയ്ത കരാറനുസരിച്ച് മദീനയുടെ പുറത്തു വെച്ചൊരു യുദ്ധം വന്നാൽ അവിടെ അതിനെ നേരിടേണ്ട ബാധ്യത അൻസാറുകൾക്കില്ല. അതുകൊണ്ടാണ് റസൂലുള്ള തന്നെ ഒരു യുദ്ധത്തെ ഉദ്ദേശിച്ചല്ല, ഒരു തന്ത്രപരമായ സമീപനം സ്വീകരിക്കുകയായിരുന്നു. മക്കാ ഖുറൈശികൾ റസൂലുള്ളാഹിനെ അവിടെ ജീവിക്കാൻ അനുവദിച്ചില്ല. മദീനയിലേക്ക് വന്നു സഹാബത്തും റസൂലും. ഇവിടെയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഇവിടെയും ജീവിക്കാൻ അനുവദിക്കാത്തൊരവസ്ഥ വരുന്നു. ഇവരുടെ ആടുകളും മറ്റൊക്കെ എവിടെയും മേയുമ്പോൾ അവരെ തട്ടിക്കൊണ്ടുപോകുന്നു, ഉപദ്രവിക്കുന്നു. അപ്പോഴാണ് റസൂലുള്ളാഹ്, ഇത് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ഞങ്ങൾക്കും കഴിയും. നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ കച്ചവട സംഘം ഈ പ്രദേശത്ത് കൂടെയാണ് പോവുക, അത് തടയാൻ ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നമ്മൾ ഒരു സന്ധിയിൽ ഏർപ്പെടലാണ് നല്ലത് എന്ന ഒരു സന്ദേശം കൊടുക്കലായിരുന്നു, ഒരു നയതന്ത്രപരമായ സമീപനമായിരുന്നു റസൂലുള്ളാഹ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് കച്ചവട സംഘത്തെ നേരിടാൻ റസൂലുള്ളാഹ് പോയത്. ഇത് മനസ്സിലാക്കി അവർ വഴിമാറിപ്പോയി. അപ്പോഴാണ് ഇതറിഞ്ഞ അബൂജഹൽ ഈ വലിയ യുദ്ധത്തിന്റെ സന്നാഹങ്ങളുമായി വരുന്നത്. അതിന്റെ ചരിത്രം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയല്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ വിളിച്ചിരുത്തി. അതിൽ കൂടുതൽ പേരും അൻസാറുകളാണ്. അവരെ വിളിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു, നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്.
നമ്മുടെ കയ്യിൽ ആയുധങ്ങളില്ല, നമ്മുടെ കയ്യിൽ വാഹനങ്ങളില്ല. നാം എന്ത് ചെയ്യണം? ശരിക്ക് ഭക്ഷിക്കാൻ ഭക്ഷണം പോലുമില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് മഹാന്മാരായ സ്വഹാബത്തിനോട് മുശാവറത്ത് ചെയ്തപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഒക്കെ അവരെ കൊണ്ട് പറയാൻ പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് മതി വരുന്നില്ല. കാരണം ഈ 300 ചില്ലാൻ സഹാബികളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതിനിധാനം ചെയ്യുന്ന മുഹാജിറുകളല്ല കൂടുതലുള്ളത് അൻസാറുകളാണ്, മദീനക്കാരാണ്. അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു മറുപടി കിട്ടണം. അതിന് റസൂലുള്ളാഹി വീണ്ടും വീണ്ടും ചോദിക്കുന്നു, അശീറു അലയ്യ അയ്യുഹന്നാസ്, നിങ്ങൾ പറയൂ എന്ന് വീണ്ടും പറയുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, അങ്ങ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതല്ലേ? അതേ എന്ന് പറഞ്ഞു. എങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട നബിയെ, അങ്ങ് ഇംളിമാ അറാക്കല്ലാഹ്, അല്ലാഹു അങ്ങയോട് എന്താണ് പറഞ്ഞതെങ്കിൽ അതനുസരിച്ച് അങ്ങ് ചെയ്യുക. ഞങ്ങൾ ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരല്ല. അങ്ങ് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അങ്ങയുടെ മുന്നിലും പിന്നിലും ഇടതും വലതും നിന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നല്ല. ഈ സമുദ്രം ചൂണ്ടിക്കാണിച്ച് ഈ സമുദ്രത്തിൽ നീന്തി അക്കരെപ്പറ്റി യുദ്ധം ചെയ്യണമെന്ന് അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചാൽ അതിനും ഞങ്ങൾ സന്നദ്ധരാണ്. ഒരു കുട്ടി പോലും ഞങ്ങൾ പിന്തിരിയുകയില്ല എന്ന പ്രഖ്യാപനം സഅദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചപ്പോഴാണ് റസൂലുള്ളാഹിയുടെ മുഖം പ്രസന്നമായി, അത് പ്രകാശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദാ മസ്റഉ ഫുലാൻ, എങ്കിൽ ബിസ്മിയും ചൊല്ലി നമുക്ക് ഇറങ്ങാം, നിങ്ങൾ പേടിക്കണ്ട. ഇവിടെയാണ് അബൂജഹൽ ചത്തു വീഴുക. സന്തോഷ വാർത്ത അല്ലാഹുവിന്റെ റസൂൽ അപ്പൊ തന്നെ നൽകുകയാണ്. ഇവിടെയാണ് ഉത്ബത്ത് മരിച്ചു വീഴുക, ഇവിടെയാണ് ശൈബത്ത് മരിച്ചു വീഴുക. കൃത്യമായി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. പിന്നീട് സഹാബത്ത് പറയുന്നുണ്ട്, റസൂലുള്ളാഹി കാണിച്ചു തന്ന ഒരു വിരലിന്റെ അത്ര പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരുന്നില്ല. അവർ വീണ് കിടന്നത് അവിടെ തന്നെയായിരുന്നു. ഈ നിലക്ക് സർവവും മറന്ന് ഒഴിവ് കഴിവുകൾ പറയാനുള്ള അവസരമുണ്ടായിരുന്നിട്ട് പോലും പരിശുദ്ധ ദീനിന് വേണ്ടി സർവവും സമർപ്പിച്ച ആ മഹത്തുക്കളോട് അല്ലാഹു പറഞ്ഞു, ഇഅ്മലൂ മാ ശിഅ്തും ഫഇന്നീ ഖദ് ഗഫർതു ലക്കും, ഇനി നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാം, ഞാനൊക്കെ പുറത്തു തന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം അല്ലാഹുവിന് അവർ വിശ്വസ്തരായി മാറി, അവർക്ക് ലൈസൻസ് കൊടുത്തു. അവരോട് അല്ലാഹ് പറയാണ്, ഇഅ്മലൂ മാ ശിഅ്തും, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, കഴിഞ്ഞതും വരാനിരിക്കുന്നതും ഒക്കെ പുറത്തു. അള്ളാഹ്ക്കറിയാം അവര് വിശ്വസ്തരാണ്, ഇവരൊന്നും ഉണ്ടാവില്ല. ആ ഒരു മഹത്തായ ദറജയിലേക്ക് ഉയർന്നവരാണ് മഹാന്മാരായ അസ്ഹാബുൽ ബദർ. ആ അസ്ഹാബുൽ ബദറിന്റെ മഹത്വം വളരെ വലുതാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മാവന്മാരിൽപ്പെട്ട ആളായിരുന്നല്ലോ, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളായിരുന്നല്ലോ. അവരുടെ മരണം ആസന്നമാകുന്ന സമയത്ത് അവർ പറഞ്ഞത്, ഇത്രയൊക്കെ സേവനം ചെയ്ത ആളാണ്, പക്ഷെ അതൊന്നല്ല മൂപ്പര് പറഞ്ഞത്, ഞാൻ മരിച്ചാല് ആ അലമാരിയിൽ ഒരു വസ്ത്രമുണ്ട്, അതിൽ വേണം എന്നെ കഫൻ ചെയ്യാൻ. കാരണം എന്താന്ന് വെച്ചാല് അന്ന് ബദറിൽ ഞാൻ ധരിച്ച വസ്ത്രമായിരുന്നു, അത് ധരിച്ചിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഞാൻ ഇഷ്ടപ്പെടും. ആ നിലക്ക് ഇതിൽ നിന്നൊക്കെ പോരെ, കൂടുതൽ സംസാരിക്കേണ്ടതില്ലല്ലോ. ഈ വിധത്തിൽ മഹാന്മാര് എല്ലാവരും അവർക്കുള്ള സ്ഥാനം കാണുകയും എല്ലാ ഔലിയാക്കളും എല്ലാ കാലഘട്ടത്തിലും അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യുകയും ചെയ്തുകൊണ്ട് അവരുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചക്ക്, മേന്മക്ക്, ഉയർച്ചക്ക് അവരതൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്ന ആ ഒരു പാരമ്പര്യം, അത് ബഹുമാനപ്പെട്ട നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല, ഈ മജ്ലിസുന്നൂർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ തീരുമാനിച്ചതാണ്. സമൂഹത്തിൽ പൊതുവായ ഒരു ആത്മീയത ഉണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിന് പൊതുവായ ഒരു ഇജാസത്ത് കൊടുക്കാനും അങ്ങനെ സമസ്തയുടെ മുശാവറ തീരുമാനിക്കുകയും അതിന് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് മഹാനവറുകൾ അതിന്റെ ഇജാസത്ത് സമൂഹത്തിന് നൽകുന്നത്. അങ്ങനെ സമസ്ത മുശാവറയുടെ ഇജാസത്തുള്ള മഹത്തായ ഒരു സംവിധാനമാണ്.
അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ബറക്കത്തുണ്ട്, അതിൻ്റെതായ പുണ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതൊക്കെ നേടി പുണ്യം കൈവരിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കൂടുതൽ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. മജ്ലിസുൻ നൂർ നടക്കണം. വലിയ ചൂടും പ്രയാസമൊക്കെ ഉള്ള സമയമാണ്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നാട്ടുകാരായ എനിക്ക് നല്ല പരിചയമുള്ള പലരും, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. ഇന്ന് ഒരാൾ ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു. നമ്മുടെ സദസ്സിലേക്ക് വലിയൊരു സംഖ്യ കൊടുത്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സംഘാടകർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഗൾഫിലൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഇന്ന് ഞാൻ കാസർഗോഡായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ വന്നതിന് ദുബൈയിലുണ്ടായിരുന്ന കുട്ടികളാണ്. അവരൊക്കെ ജോലി നഷ്ടപ്പെട്ട് വന്ന് ഇവിടെ പെയിന്റ് പണിക്കും മറ്റൊക്കെ പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥയിലാണ്. അല്ലാഹു തആല ഫതഹ് നൽകുമാറാവട്ടെ, സലാമത്ത് നൽകുമാറാവട്ടെ. ഈ അവസ്ഥ കുറച്ചുകൂടെ നീണ്ടു നിന്നാൽ എന്തൊക്കെയാണ് ലോകത്ത് വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കുകൂടെ പറയട്ടെ. ഇമാം ബുഖാരി തങ്ങൾ ഒരു അധ്യായം ഇട്ടിട്ടുണ്ട്. ബാബു മനിസ്തആന ബിൽലുഅഫാഇ വസ്സാലിഹീന ഫിൽ ഹർബി. യുദ്ധത്തിൽ സാലിഹീങ്ങളെ കൊണ്ടും നിർമ്മല ഹൃദയത്തിന്റെ ഉടമകളായ ലുഅഫാഇനെ കൊണ്ടും സഹായം തേടുന്ന തവസ്സുൽ ചെയ്യുന്നവനെ സംബന്ധിച്ച് പറയുന്ന അധ്യായമെന്ന് ഒരധ്യായം ഇമാം ബുഖാരി സഹീഹിൽ ഇട്ടിട്ടുണ്ട്. യുദ്ധം പോലെയുള്ള ഘട്ടങ്ങളിൽ മഹാന്മാരെ കൊണ്ട് ഇസ്തിആനത്ത് ചെയ്യുക, സഹായം തേടുക, തവസ്സുൽ ചെയ്യുക എന്നതൊക്കെ സഹീഹുൽ ബുഖാരി അധ്യായം ഇട്ട വിഷയമാണ് എന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സദസ്സിലൊക്കെ നമുക്ക് പ്രത്യേകമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർക്ക് വേണ്ടിയുള്ള ദുആ നമുക്കും കൂടി വേണ്ടിയുള്ള ദുആയാണ്. നമ്മുടെ നാടിനും ഇവിടുത്തെ ദീനീ സംരംഭങ്ങൾക്കും നമ്മുടെ ഓരോ കുടുംബത്തിനും വേണ്ടിയുള്ള ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഫതഹ് നൽകുമാറാവട്ടെ. ഇന്ന് നിലനിൽക്കുന്ന ഈ കലുഷിതമായ ഈ യുദ്ധാന്തരീക്ഷം പൂർണ്ണമായി ഇല്ലാതെയായി ലോകത്ത് ശാന്തിയും സമാധാനവും അല്ലാഹു സ്ഥാപിക്കുമാറാവട്ടെ, പുനഃസ്ഥാപിക്കുമാറാവട്ടെ. ഒരല്പം ബോധം തന്റെയൊക്കെയുള്ള ആളുകളുടെ കയ്യിൽ അല്ലാഹു ഈ ലോകത്തിന്റെ നേതൃത്വം ഏൽപ്പിക്കുമാറാവട്ടെ. അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളെ ഈ ഞങ്ങളുടെ പാപങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളെ കൊണ്ട് നീ ശിക്ഷിക്കല്ലേ റബ്ബേ. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. നീ അഫൂ ചെയ്യണേ റഹ്മാനെ. നീ പൊറുത്തു തരണേ റഹ്മാനെ. നിന്റെ കാരുണ്യം ഞങ്ങൾ നീ വർഷിക്കണേ തമ്പുരാനെ. ഈ സദസ്സ് മുബാറക്കായ സദസ്സിൽ വെച്ച് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ജോലിയില്ലാതെ ബുദ്ധിമുട്ട ജോലി നഷ്ടപ്പെട്ട ആളുകളൊക്കെ, അവർക്കൊക്കെ ലായിക്കായ ജോലി നൽകണേ റബ്ബേ. ലായിക്കായ ജോലി നൽകണേ റബ്ബേ. അവിടെയുള്ള പ്രതിസന്ധികളൊക്കെ നീ നീക്കണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നീ നീക്കി തരണേ റഹ്മാനെ. രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണേ റഹ്മാനെ. സിഹത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഹലാലായ മുറാദുകളൊക്കെ നീ സാധിപ്പിച്ചു തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങള് അവസാനം ദുആ ചെയ്യും. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോതി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.